യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. മെഡിക്കൽ എത്തിക്സിന് എതിരാണത്. ഒരാൾക്കില്ലാത്ത രോഗം എങ്ങനെയാ ഉണ്ടെന്ന് പറയുന്നത്? അതിന് ഡോക്ടർ വിചാരിച്ചാ പറയാൻ പറ്റും. ഡോക്ടർ, എന്റെ അവസ്ഥ ഡോക്ടർ ഒന്ന് മനസ്സിലാക്കണം പ്ലീസ്. എന്നും വീൽ ചെയറിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരു പെണ്ണിനോടൊപ്പം എങ്ങനെയാ ഡോക്ടർ എന്റെ മകൻ ജീവിക്കുന്നത്? ഇതോടെ ഞങ്ങളുടെ കുടുംബം അന്യം നിന്ന് പോവില്ലേ? അതിന് മേഡം എന്തിനാ ഇല്ലാത്ത അസുഖം ഉണ്ടെന്ന് പറയുന്നത്? അതുകൊണ്ട് എന്താ ഗുണം? മകൻ ഭാര്യ ഉപേക്ഷിക്കോ? ഇല്ല ഡോക്ടർ, ഭാവന ഒരു പ്രത്യേക ക്യാരക്ടർ. മറ്റുള്ളവർക്കൊരു ഭാരമാകരുതെന്ന് സ്വയം ചിന്തിക്കാൻ മനസ്സുള്ളൊരു പെണ്ണ. ഇവിടെ എനിക്ക് അസുഖമാണെന്ന് അറിയുമ്പോ ഭാവന തന്നെ സ്വയം എന്റെ മോനിൽ നിന്നും അകന്നു പോവും. അതൊക്കെ ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് മേഡം. ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ്. അതെന്താ ഡോക്ടർ, പെൺകുട്ടിക്ക് മാത്രമേ ജീവിതമുള്ളൂ? അല്ലാതെ ഒരിക്കലും എന്റെ മോൻ ഭാവനയെ ഒഴിവാക്കില്ല. അവർ തമ്മിലുള്ള ബന്ധം അതാ. അതെനിക്ക് മനസ്സിലായി മേഡം. അല്ലെങ്കിൽ വീൽ ചെയറിലായ ഒരു പെൺകുട്ടിയെ മകൻ കല്യാണം കഴിക്കില്ലല്ലോ. ഇന്ന് എല്ലാ സൗഭാഗ്യങ്ങളുള്ള പെൺകുട്ടികൾ പോലും അടങ്ങി ഒതുങ്ങി ഭർത്താവിനൊപ്പം കഴിയില്ല. ഒന്നുകിൽ ഭർത്താവിന്റെ ഭാഗത്താവും എന്തെങ്കിലും പ്രശ്നം, അല്ലെങ്കിൽ ഭാര്യയുടെ ഭാഗത്താവും. കേട്ടെടുത്തോളം ഇവിടെ ഞാൻ മനസ്സിലാക്കിയത് രണ്ട് മനസ്സുകളെയാണ്. അതും പരസ്പരം മനസ്സിലാക്കുന്ന രണ്ട് മനസ്സുകളെ. അവരെ വേർപിരിക്കാനാണോ മാഡം ഇങ്ങനൊരു വേഷം കെട്ടാൻ പോകുന്നത്? വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ ഡോക്ടർ. എന്റെയും എന്റെ കുടുംബത്തിന്റെയും നിലനിൽപ്പാ ഇവിടെ പ്രശ്നം. അല്ലാതെ ഭാവനയോട് എനിക്കൊരു വൈരാഗ്യവും ദേഷ്യവും ഇല്ല. മാഡം പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പരസ്പരം ജീവനേക്കാളേറെ സ്നേഹിക്കുന്ന രണ്ട് പേരെയാണ് മാഡം അകറ്റാൻ ശ്രമിക്കുന്നത്. ഡോക്ടർ, ഞാൻ ആലോചിച്ചിട്ട് ഈ ഒരു വഴിയെ കാണുന്നുള്ളൂ. മാഡം ഇങ്ങനെ ഒരു ഇല്ലാ കഥ മെനഞ്ഞാലും